ഈ ഓപ്പൺ എയർ റെസ്റ്റോറൻറ്റ് ഏരിയയിൽ വന്നിരുന്നു കഴിഞ്ഞാൽ ശരിക്കും ഓപ്പൺ എയർ ഡൈനിങ് ഏരിയ ഭയങ്കര രസമല്ലേ. ഈ നമുക്ക് പ്രകൃതിയെ കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കുക എന്ത് രസമാണ് നോക്കി. ഇതാണ് ശരിക്കും ഏറ്റവും ബ്യൂട്ടിഫുൾ ഒരു ഏരിയ ഈ റിസോർട്ടിൻ്റെ. ഇവിടെ നോക്കുമ്പോൾ കാണുന്നത് ചുറ്റും നമ്മൾ ഏലക്കാടുകളാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു എലറ്റേറിയ എന്നുള്ള ഈ റിസോർട്ടിൻ്റെ പേരിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള കാഴ്ചകൾ കാണാം. അതായത് ഏലത്തോട്ടം, കംപ്ലീറ്റ് ഏലക്കാട് ചെടികളാണ്. നമ്മൾ ഏലത്തോട്ടത്തിൻ്റെ അല്ലെങ്കിൽ ഏലകൃഷിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പച്ചക്കാനം എസ്റ്റേറ്റ് ഭാഗത്ത് പോയപ്പോൾ അവിടെയും പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ കാർഡമൺ പ്ലാന്റേഷൻസ് ആണ്. അതുപോലെ തന്നെയാണ് ഇവിടെ. അപ്പോൾ ഇടുക്കിയുടെ ഒരു പ്രധാനപ്പെട്ടൊരു ക്രോപ്പാണ് അല്ലെങ്കിൽ ഒരു അഗ്രികൾച്ചർ പ്രോഡക്റ്റ് എന്ന് പറയാൻ നമുക്ക് ഒരു കൃഷി വിഭവമാണ് ഏലക്കം. അപ്പോൾ ഏലത്തോട്ടങ്ങൾ ഇവിടുത്തെ ഒരു പ്രധാന കാഴ്ചയാണ്. പ്രത്യേകിച്ച് പറഞ്ഞപ്പോൾ മലയാളികൾക്കതൊരു വലിയ കാഴ്ചയായിരിക്കില്ല, പക്ഷേ വെളിയിൽ നിന്ന് വരുന്ന നോർത്ത് ഇന്ത്യൻസിനും പിന്നെ ഫോറിനേഴ്സിനും ഒക്കെ ഇത് ഭയങ്കര രസകരമായ അനുഭവമായിരിക്കും ഇത്തരം കാഴ്ചകൾ. അപ്പോൾ ഇങ്ങനെ റിസോർട്ടിൽ ഇതുപോലെയുള്ള റിസോർട്ടുകളിൽ വരുമ്പോഴും ഇങ്ങനത്തെ കാഴ്ചകൾ കൂടുതൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഇതിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഏലത്തേറിയ എന്ന് പറയുന്ന റിസോർട്ട്. അത് ഈ പ്ലാന്റേഷൻ ഏലക്കയുടെ പ്ലാന്റേഷൻ, അപ്പോൾ കാർഡമൺ പ്ലാന്റേഷൻ്റെ നടുക്കായിട്ടാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ ഏലത്തോട്ടത്തിൻ്റെ നടുവിലൂടെ അല്ലെങ്കിൽ അതിൻ്റെ സൈഡിലൂടെയാണ് നമ്മളിങ്ങനെ കയറി പോയത്. അപ്പോൾ നമ്മൾ ഡൈനിങ് ഏരിയയും ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ആ ഭാഗമെല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി ഇവിടെ നിന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങാനുള്ള പടിക്കെട്ടുകളും ഉണ്ട്. അപ്പോൾ റൂമിൻ്റെ ഉള്ളിലൂടെ കടന്നു വന്നിട്ട് ആ ബിൽഡിങ്ങിൻ്റെ എൻട്രൻസ് പോയിന്റിൽ നിന്നും സൈഡിൽ കൂടി വേണമെങ്കിലും വരാം, തിരിച്ച് എക്സിറ്റ് ചെയ്യാം, അങ്ങനെയുള്ള. രാവിലെ തന്നെ ഞാൻ നല്ലൊരു ഹോളിഡേ മൂഡിലാണ്. ശരിക്കും ഹോളിഡേ ഹോം എന്നൊക്കെ പറഞ്ഞാൽ ഇത്തരം സ്ഥലങ്ങളാണ്. ജനറലി സ്പീക്കിംഗ് ഒരു റിസോർട്ടുകൾ എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങനെയാണ്. നമ്മളൊരു വെറുതെ ഒരു ഹോട്ടലോ ഒരു ഹോട്ടൽസ് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോയി താമസിക്കുന്ന പോലെയല്ല. അപ്പോൾ നമുക്ക് സാധാരണ ഒരു ഹോട്ടലിലൊക്കെ പോയി താമസിച്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ റിസോർട്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റ് അതാണ്. നമുക്ക് ശരിക്കും ഒരു ഹോംലി ഫീലിംഗ് ആണ്, നമ്മളുടെ നാട്ടിലേക്കൊക്കെ പോകുന്നൊരു ഫീലിംഗ് ആണ്. ഇപ്പോൾ എന്താ പറയുക, ഊഞ്ഞാലൊക്കെ നമ്മൾക്ക് നാട്ടിൻപുറങ്ങളിലൊക്കെ നമ്മളുടെ തറവാട് വീടൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ മരത്തേൽ ഊഞ്ഞാലെല്ലാം കെട്ടി പാടും. അപ്പോൾ ഇത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുള്ളൊരു ആംബിയൻസ്, കുറച്ചുകൂടെ ഒരു പോഷായിട്ട്, അതേസമയം പ്രകൃതിയെ ഒട്ടും തന്നെ നശിപ്പിക്കാണ്ട് അതെങ്ങനെയാണോ അത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് അതിനിടയിലൂടെ ഇത്രയും ഫെസിലിറ്റീസൊക്കെ ചെയ്തു തരുന്നതാണ് ഈ റിസോർട്ടുകളുടെയൊക്കെ പ്രത്യേകത. അപ്പം എലറ്റേറിയയിൽ ഇതെല്ലാം തന്നെ എന്തായാലും കുഴപ്പമില്ല, നല്ല സ്ട്രോങ് ഊഞ്ഞാലാണിത്, ധൈര്യമായിട്ട് ആടാം. അങ്ങനെ എൻ്റെ ഊഞ്ഞാലാട്ടം എല്ലാം കഴിഞ്ഞ് ഞാൻ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പാത്ത് വേയിലൂടെ, ഈ നടപ്പാതയിലൂടെ നടക്കുന്നു. അങ്ങനെ ഹാമോക്കിലൊക്കെ കിടന്ന് സന്തോഷിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇവിടെയും പുസ്തക വായനയാണ് നമ്മൾക്ക് ഏറ്റവും പറ്റിയൊരു കാര്യം. ഒരു പുസ്തകം കയ്യിലുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും, ബുക്ക് റീഡിങ്. ഏതാണ്ട് തൊട്ടിൽ കിടക്കുന്നൊരു ഫീലാണ്. നമ്മളിങ്ങനെ ചെറുതായിട്ടിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയൊരാട്ടം. നൈസ്. അപ്പോൾ ഹാമോക്കും എല്ലാം നമുക്ക് റിലാക്സ് ചെയ്യാനുള്ള ഒരു ഉപാധിയാണ്.
അതിൽ കിടക്കാം, പുസ്തകം വായിച്ച് കിടക്കാം, വെറുതെ ആകാശത്തേക്ക് നോക്കി കിടക്കാം, ചുറ്റുമുള്ള ആംബിയൻസ് ആസ്വദിക്കാം, കാഴ്ചകൾ കാണാം. പിന്നെ ഇവിടെ ഓറഞ്ച് ട്രീസ്, അങ്ങനെ ഓറഞ്ചിൻ്റെ ചെടികളും കാണാൻ സാധിക്കും. എനിക്ക് ഫ്രൂട്ട് ട്രീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എവിടെ വന്നാലും, പ്രത്യേകിച്ച് ഹൈ റേഞ്ചസിൽ വന്നാൽ ഫ്രൂട്ട് ട്രീസ് എല്ലാം കാണാൻ സാധിക്കും. ഇപ്പോൾ എടുത്തു പറയാനാണെങ്കിൽ ഓറഞ്ച്, ഇപ്പോൾ സീസണൊന്നും വലിയ സീസൺ ആയിട്ടില്ല എങ്കിൽ പോലും ഇവിടെ കുറച്ച് ഓറഞ്ച് കാഴ്ച നിൽക്കുന്ന കാഴ്ച ഞാൻ കണ്ടു. കുറച്ച് ദൂരെ നിന്നിട്ടാണ് ഈ ഓറഞ്ച് ട്രീ കണ്ടത്, കാഴ്ച നിൽക്കുന്നത്. പക്ഷെ പഴുത്തിട്ടൊന്നുമില്ല, കണ്ടില്ലേ, കാഴ്ച തുടങ്ങിയിട്ടുണ്ട്. കുറേ ഓറഞ്ചസ് പച്ച നിറത്തിലാണിപ്പോൾ. ഒരെണ്ണം ചെറുതായിട്ട് കളർ വന്ന് തുടങ്ങി, പക്ഷെ അത് കേടായി. നോക്കൂ, ഇഷ്ടമായി, ചീത്തയായി തുടങ്ങി. ഓറഞ്ചിൻ്റെ ട്രീസെല്ലാം നമ്മൾ എത്രയോ പ്രാവശ്യം പല സ്ഥലങ്ങളിൽ വെച്ച് കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും എപ്പോൾ കണ്ടാലും അതൊരു അട്രാക്ഷനും. വീണ്ടും അതിൻ്റെ അടുത്തേക്ക് തന്നെ നമ്മൾ ഓടിയെത്തും.